സാറേ സജീവ് സാറേ ലീവ് കഴിഞ്ഞൊന്നും വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് ലീവ് എടുക്കാമായിരുന്നു. അതേന്ന് ഞാനും അതന്നെ പറയണത്. വീട്ടിലും പ്രശ്നങ്ങളായിട്ടാകുമ്പോൾ കാരണം വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ദിവസവും തന്നെയാണ് പാട്. അവർക്ക് അവർ വീട്ടിൽ പോകണമല്ലോ, പക്ഷെ നമുക്കത് ഈ പറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ല ഇവിടെ പോകാൻ പറ്റുകൊണ്ടാകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ലീവ് കിട്ടണത്? ഈ കഞ്ചാവുകളുടെ പ്രശ്നം കാരണം നമുക്ക് ലീവും കിട്ടണില്ല. സാറ് പറയണത് ശരിയാണ്. മറ്റേ SI സാറും പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ ഡ്യൂട്ടി കറക്റ്റ് ചെയ്ത് പോയിക്കോ. ഹലോ, ശരി. അത് ഏതായാലും ഇന്ന് ഈ രാത്രി വിളിച്ച് ചോദിക്കുന്നത് എന്തിനാണത്? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിളിക്കല്ലേ, ഡ്യൂട്ടി ടൈമിൽ വിളിക്കല്ലേ എന്ന്. വെറുതെ ഈ ശല്യം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടാ. ശരിയാ, ഞാൻ പിന്നെ വിളിക്കാം. നീ ഇങ്ങനെ വിളിക്കല്ലേ കേട്ടാ. വിളിക്കാം. എന്താ ഹെൽമെറ്റ് ഒക്കെ ഇല്ലാണ്ട് ഫോൺ ചെയ്താണ് വണ്ടി ഓടിക്കുന്നത്? സാറേ മൊബൈലും കാണട്ടെ. മൊബൈലും പിടിച്ചാണ് വണ്ടി ഓടിച്ചിട്ട് വന്നത്. ഹെഡ്ലൈറ്റും ഇല്ല. ആ വണ്ടി ഞങ്ങൾ ചേട്ടനാടാ മോളോട് ചേട്ടനാ ചോദിച്ചേ? കഴിച്ചറില്ല. ഹെൽമെറ്റ് ഇതോടി ഹെഡ്ലൈറ്റ് ഇട്. ബസ്സിൽ പോകില്ല കിട്ടോട്ടാ. സാറേ ഒരു മിനിറ്റ്, ഒന്ന് മൂത്രം വെച്ചിട്ട് ഓടിച്ചിട്ടോ. എത്രാമത്തെ സാറേ അത്? ഹലോ, ഞാൻ പറഞ്ഞല്ലേ നാളെ പോകണ്ടെന്ന്. നാളെ പോയാലും നിങ്ങൾ വരണ്ട. നിന്നോടെന്താ പറഞ്ഞാൽ മനസ്സിലാത്തത്? അത് തന്നെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ നാളെ പോയി നിങ്ങൾ വരണ്ട. അപ്പേ അവിടെ തന്നെ നിന്നോ കേട്ടാ. വെറുതെ കല്യാണം കഴിക്കൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വെറുതെ വല്ലാത്ത ശല്യം ഉണ്ടത്. ശരി എന്നാലി നിങ്ങൾ വിളിക്കല്ലേട്ടാ. ഓക്കെ എന്നാലി ഞാൻ അതേ കട്ട് ചെയ്യണേ. എന്താ സാറേ, എന്താ പ്രശ്നം? വീട്ടിൽ നിന്നാണ് സാറേ. ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോകണ്ടെന്ന് പറഞ്ഞേക്കാണ്. തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. പെണ്ണൊന്നും കെട്ടിയില്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് സമാധാനോട് ജീവിക്കായിരുന്നു. പോന്നോക്കെ, എന്നിട്ട് പോന്നോക്ക്. നിങ്ങൾ വീട് എവിടെയാണ്? അപ്പോൾ ഒരു രക്ഷയില്ല പുള്ളി. അനങ്ങളല്ല, ഒരു റിയാക്ഷൻ ഇല്ല. പോന്നോക്ക്. ഈ രാത്രി നട്ടപ്പാതിരാ കൂടെ വന്നിരുന്നാൽ ശരിയാവില്ല. വീടെവിടെ? എനിക്ക് ആരുമില്ല സാറേ, ഞാൻ ഒറ്റപ്പെട്ടു പോയി. തന്നെ കണ്ടതാണ് തോന്നണില്ല. എഴുന്നേക്ക്. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞില്ലേ സാറേ, ഞാൻ ഒറ്റക്കാണ്. എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല. ഞങ്ങൾ കിടക്കാൻ സമ്മതിക്കാമില്ല. എത്ര പെട്ടെന്ന് ഇവിടെ പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലോട്ട്. ഇവിടെ പ്രശ്നം നടക്കുന്ന ഏരിയയാണത്. അപ്പം അതിൻ്റെ ഒരു ഇവിടെ കിടക്കാൻ പറ്റാം. രണ്ടുകൂടെ എന്താണ് സാറേ, എന്തുപറ്റി? ഇയാളെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു. ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയിലാണ്. നമ്മുടെ രാജനല്ലേ? താനറിയോ ഇയാളാ? ഞാൻ അറിയും സാറേ. ഇത് നമ്മുടെ കേസിൽ എഞ്ചിനീയർ സേവ് സാറിൻ്റെ അച്ഛനാണത്. എന്നിട്ടാണ് ഇയാൾ ഇവിടെ വന്ന് കിടക്കണത്? സാറേ, 6 മാസം മുതലുള്ള ഭാര്യ മരിച്ചു പോയത്. അതിനുശേഷം പുള്ളി ഇങ്ങനെ ആയത്. ഇരുമ്പ് നല്ല സ്നേഹത്തിലായിരുന്നു, ഇടക്കിടക്ക് അടിയാണ്. പക്ഷെ ഇപ്പൊ മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റക്കാണ്, എനിക്ക് ആരും ഇല്ല എന്നത് തോന്നല പുള്ളിക്ക്. ഇടക്കിടക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരും. സാറേ അഞ്ചിൽ പണിയാ. ഇവനൂടെ ഞങ്ങൾ കയറ്റിവിട്ടാൽ ഇയാളാ. അപ്പോഴേ നീ ഇയാളുടെ വീട് അറിയൂലേ? വീടറിയാം. എങ്കിൽ പിന്നെ ഒരു കാര്യം, ഇയാളെ നീ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കോ. ഞാൻ ആയിക്കോളാം. അത് കയറിക്കോ എന്നാലേ.
കോറ് തുടങ്ങുന്നില്ല. ഹലോ. ആ നാളെ പോയിക്കോ, കുഴപ്പമില്ല. ഞാൻ കൊണ്ടേ വേണേ ആക്കി തരാം കേട്ടാ. പോയി 2 ദിവസം നിന്നോ, ഏതായാലും കുഴപ്പമില്ല. ശരിയാന്നാൽ ഭാര്യമാരുള്ളപ്പേ ഭാര്യമാരുടെ വില അറിയില്ല. അത് ശരിയാണ്.